സർക്കാർ പണം കൊണ്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ അയോധ്യയിലെ ബാബറി മസ്ജിദ് ഒന്ന് പരിഷ്കരിച്ച് പണിയാം, പുതുക്കി പണിയാം എന്ന് ആലോചിച്ചു. അതിന് പട്ടേൽ എതിർത്തു. അപ്പൊ നമുക്ക് ഈ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയാനായിട്ട് പട്ടേൽ ആലോചിച്ചിരുന്നല്ലോ. പട്ടേൽ അത് ജാംനഗറിലൊരു യോഗത്തിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ KM മുൻഷിയൊക്കെ മുന്നിട്ടിറങ്ങി. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഒക്കെ അതിനെ അനുകൂലിച്ചു. പക്ഷെ സർക്കാരിന്റെ പണമൊന്നും കൊടുക്കില്ല, അതിനുവേണ്ടി ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടേ ജനങ്ങളിൽ നിന്ന്, ഭക്തരിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയുന്നത്. പക്ഷെ അതിന്റെ അഭിഷേകത്തിന് നമ്മൾ സെക്കുലറാണ്, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ വിലക്കുകയൊക്കെ ചെയ്തു എന്ന് നെഹ്റു. പക്ഷെ രാജേന്ദ്ര പ്രസാദ് പോയി. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കാര്യം വരുമ്പോ നെഹ്റു ഈ നിലപാടെടുത്തിരുന്നേ, നമ്മൾ സെക്കുലറാണ്, നമ്മളെ ക്ഷേത്രത്തിന്റെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ്. ഇന്ന് നെഹ്റു ആണ് ബാബറി മസ്ജിദ് പണിയാനായിട്ട് സർക്കാർ പണം കൊടുത്ത് പുതുക്കി പണിയാം എന്ന് തീരുമാനിച്ചതെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.